നമ്മളെ ചതിച്ച്. ശരി വലിച്ചേട്ടാ പറഞ്ഞോളൂ. ബാബുവേട്ടൻ പറഞ്ഞിരുന്നു 6000 പേർക്കോളം സദ്യ ഉണ്ട്, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുവെന്ന്. എന്തൊക്കെയാണ് പായസ ഐറ്റമൊക്കെ? തീർച്ചയായും വലിയ സദ്യയാണ് ഇന്ന് ഡൽഹിയിലെ മയൂർ വിഹാർ ക്ഷേത്രത്തിലുള്ളത്. നമുക്ക് ബാബുവേട്ടൻ്റെ അടുത്ത് തന്നെ പോകാം. നേരത്തെ നമ്മൾ ആ തത്സമയ സംരക്ഷണത്തിനിടയിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. ബാബുവേട്ട, നേരത്തെ നമ്മൾ ആ സദ്യയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായത്. ഇന്നത്തെ ആ സദ്യയെക്കുറിച്ചൊന്ന് പറയാം. അല്ല, ഇവിടെ 6000 പേർക്ക് സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം അതിൽ കൂടുതൽ തിരക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണത്തിൻ്റെ നിറം കുറച്ച് മങ്ങിയോ? ഇത്തിരി മങ്ങിയിട്ടുണ്ട്. എങ്കിലും മറുനാടൻ മലയാളിയായ നമുക്ക് ഈ ഓണം ഒരു വളരെ സുപ്രധാനമായൊരു മുഹൂർത്തമാണ്. അപ്പോൾ എല്ലാവരും ഒരു ഒത്തുചേരൽ കൂടിയാണിത്. ഇങ്ങോട്ട് ഓണമൊക്കെ ഇതുവരെ ഓണം വളരെ ഗംഭീരം. അതായത് പ്രവാസികൾക്കല്ലേ ഓണമുള്ളൂ. കേരളത്തിൽ വളരെ കഷ്ടപ്പെട്ട ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ 3 മാസമാണ് ഓണം. അതായത് ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരയ്ക്ക് ഓണമുണ്ട്. എല്ലാ ഏരിയയിലും ഓണങ്ങളുണ്ട്, അമ്പലത്തിലുണ്ട്. ഇവിടെ കണ്ടില്ലേ സെലിബ്രേഷൻ. ഇന്ന് വലിയ ഉത്സവമാണ്. ഇന്നലെ ഇവിടെ ഏറ്റവും വലിയ സംഭവം നടന്നത് നിറപുത്തരി. അതുപോലും വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാവുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഓണം ഈ തിരുവോണത്തിനോ ഔട്ടത്തിനോ ഒന്നും സമാപിക്കുന്നതല്ല. ഡൽഹിക്കാരുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലി വരെ നീണ്ടു നിൽക്കണതാണ്. കാരണം ഈ ഞായറാഴ്ചകളിൽ ഒരു ദിവസമൊക്കെ അവധി കിട്ടുമ്പോഴാണ് ഈ ഓണം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്നത്, ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങളൊക്കെ ഏതാണ്ട് വരുന്ന ഒക്ടോബർ നവംബർ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന അത്രയ്ക്ക് ദൈർഘ്യമേറിയ ഒരു ഓണമാണ് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ ഓണം കേരളത്തിനേക്കാളൊക്കെ അതിനേക്കാളൊക്കെ എത്ര വൈബാണ് ഈ പ്രവാസ ലോകത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ ഈ കേരളത്തിന് പുറത്തു വന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. രാവിലെ തൊട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഞായറാഴ്ച കൂടി ആയതിനാൽ അവിടെയുള്ള എനിക്കുള്ള മലയാളികളും വേണമെങ്കിൽ ഒരു ഓണാശംസയൊക്കെ പറയാൻ തയ്യാറാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും വളരെ കൗതുകത്തോടെയൊക്കെ നോക്കുന്നുണ്ട്. സന്തോഷം അറിയിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. ശരിയാണ്. ചോദിക്കാം, എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളി. ഓണം ഇത്തവണ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചും കൂടെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഓണം എല്ലാവർക്കും നല്ലതായിട്ട് ലീവൊന്നും എടുക്കാതെ ആഘോഷിക്കാൻ പറ്റും. ഓണം വളരെ അടിപൊളിയായിട്ട് പോകുന്നു. ഞാനിന്ന് നാട്ടിൽ പോവുകയാണ്. തിരുവോണത്തിന് ഇവിടെ തിരുവോണം ഡൽഹിയിലും ബാക്കി നാട്ടിലും. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് നടക്കുന്നു. സൺഡേ ആണ്ട് എല്ലാവർക്കും ചുറ്റിയാണ്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ നല്ലൊരു സഹകരിക്കാൻ പറ്റും. നല്ലതാണ്. ഘനഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ആൾ ദി വേ ഐ ഹാവ് കം ടു സീ ദിസ് ഗ്രേറ്റ് ഫെസ്റ്റിവൽ. സോ ആൾ ദി ബെസ്റ്റ് ടു എവരിബഡി. ദിവിഷ, ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത്തവണ ഞായറാഴ്ച എന്നുള്ള ഒരു വലിയൊരു അനുകൂലമായ ഒരു ഘടകമുണ്ട്. കാരണം സാധാരണ ഈ വർക്കിംഗ് ഡേയിലെങ്ങാനും ഒക്കെയാണ് തിരുവോണം വരണമെങ്കിൽ ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇത്തവണ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈബായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന, സമീപകാലത്ത് ഏറ്റവും ഇത്ര വൈബായിട്ട് ആഘോഷിച്ച മറ്റൊരു ഓണം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ വയനാട് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ചെറിയ ഒരു മങ്ങൽ ചില സ്ഥലങ്ങളിലെങ്കിലും, കാരണം സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഓണാഘോഷ പരിപാടിയില്ല. സാധാരണ കേരള ഹൗസിലൊക്കെ ഈ സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അതില്ല എന്നുള്ള ഒരു പോരായ്മ മാത്രമാണുള്ളത്. ശരി. എന്തായാലും മയൂർ വിഹാർ ക്ഷേത്രത്തിലെ ഓണക്കാഴ്ച മനോഹരമായ പൂക്കളൊക്കെ ഇട്ടിട്ട് അതിമനോഹരമായ പൂക്കളമാണ്. രാധയും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളല്ലേ? അതെ.